എന്നെയും പീഡിപ്പിച്ചു. ഞാൻ പബ്ലിക്കിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറയുക, ഇയാളും ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇയാൾ ശരിയല്ല, പക്ഷേ എന്നെ പീഡിപ്പിച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് പറയുക, അത് SITയോട് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ജനങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ഇതായില്ല. പക്ഷേ അത് ഒളിച്ചു വെച്ചുകൊണ്ടാണ് പുള്ളി ഇപ്പം ഇത്രയും കളിച്ചത്. ഇപ്പം തന്നെ ഒരു കള്ളക്കേസ് കൊടുത്തു. ഏതോ ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തെ വിളിച്ചു. അഡ്വക്കേറ്റ് സംഗീത് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിയാമല്ലോ. വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ യൂട്യൂബിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചത് ശരിയാണ്, ഭീഷണിപ്പെടുത്തിയിട്ടില്ല. കാരണം അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, അദ്ദേഹത്തിന് അറിയാലോ. എന്നിട്ട് ഇപ്പം എന്തായി? നേരെ ഇങ്ങനെ തിരിഞ്ഞു തന്നോ വലിച്ചെറിഞ്ഞായ നമ്മളെ ബോംബറാങ് പോലെ തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്നു. അല്ല, നിങ്ങൾ അന്ന് ആ കാര്യമായിട്ട് നല്ല കാര്യങ്ങൾ സ്ത്രീകൾക്ക് പിന്തുണയാവുന്നതാണ് നിങ്ങൾ കണ്ടത്. മുന്നോട്ട് വരാൻ ഒരുപാട് പെൺകുട്ടികൾ പ്രചോദനമായി. പിന്നീടാണ് ആളുകൾക്ക് ഡൗട്ട് തോന്നിയത്. ഓരോ ദിവസവും ഓരോ ആളെ പേര് കലാഭവൻ മണിച്ചേട്ടനെ വരെ പറഞ്ഞു. വേറെ പല വെള്ളാടി കേസുണ്ട്. ഇതിലായിട്ടൊരു ലേഡി കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടില്ല. മദ്യപിച്ച് കുഴപ്പമുണ്ട് കുറേ കേസെങ്കിലും പെണ്ണേഴ്സൊന്നും വരില്ല. അങ്ങനെ നീറ്റായിട്ടൊക്കെ അദ്ദേഹം പെരുമാറും. പക്ഷെ നിങ്ങൾ തുറന്ന് എന്നെ ഇങ്ങനെ നോക്കാൻ നോക്കി ഇവർ ചെയ്തു അവർ ചെയ്തു ഓരോ ദിവസവും ഓരോ നടന്മാരുടെ പേര് വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് വളരെ ആൾക്കാർക്ക് ഡൗട്ടുണ്ടാക്കി. അരുൺകുമാറിൻ്റെ ഒരു ചോദ്യത്തിൽ നിങ്ങൾ വെവ്വേ അടിച്ചു. പിന്നെ നിങ്ങളുടെ അവിടെ ഇത് പോയി. ഇപ്പം എല്ലാം കാരണം വക്കീലിൻ്റെ വകയിലായി. ഉള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതോട് നോക്കി മര്യാദയ്ക്ക് കഴിയും. കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അതേ പറയാം.